ഹായ് ഹലോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഹാപ്പി ഹൈവ്. പുതിയ രുചികൾ തേടി ഹാപ്പി ഹൈവ് ടീമിൽ നിന്ന് എത്തിയിട്ടുള്ളത് നമ്മളുടെ ജിദ്ദയിൽ ഖാലിദ് ബിൻ വലീദിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഗ്രാൻഡ് പാലസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇന്ന് അവിടുത്തെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സോ ഗൈസ് സ്റ്റേ ട്യൂൺ. യല്ലാ. നമ്മൾ ഓർഡർ ചെയ്ത സൂപ്പ് എന്ന് പറയുന്നത് ചിക്കൻ മാഞ്ചോ സൂപ്പാണ് കേട്ടോ. ചെറിയൊരു സോഫ്റ്റ് ടേസ്റ്റ് ഉണ്ട്, അതുപോലെ ഒരു സ്പൈസി ആണ്. ഈ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചോളൂ. നല്ല ചൂടുണ്ട്, കഴിക്കാൻ പേടിയാ. ഗുഡ്. എക്സ്ട്രാ ഓർഡിനറി ഇല്ല, ഒരു നോർമൽ ലോലിപോപ്പ്. പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ഉള്ളു നല്ല സോഫ്റ്റ് ആണ്. ആദ്യം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണത് നമ്മളുടെ അൽഫാമാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൈസ് ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 3 ഡിപ്പാ തന്നിട്ടുള്ള ഒരു മയനൈസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഹമ്മൂസ് ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ ചട്നി. അഫ്ഗാനി അൽഫാം എന്ന് പറയുമ്പോഴേ തീരെ എരിവില്ല. ഒരു ചിക്കൻ്റെ വളരെ പ്ലെയിൻ ടേസ്റ്റ് ആണുള്ളത്. അടുത്തായി നമ്മൾ പൊറോട്ടൻ്റെ ഒപ്പം നമ്മുടെ ചിക്കൻ ചീരുള്ളി, അതായത് നല്ല വലിയ വലിയ കഷ്ണങ്ങൾ ചീരുള്ളിയൊക്കെ ഇട്ടാണ്ട് ഒരു റോസ്റ്റ്, ചിക്കൻ റോസ്റ്റിന്റെ പരുവത്തിൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പൊറോട്ടൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് ആയിരിക്കും. കണ്ടിട്ട് നമുക്കൊന്ന് തിന്ന് നോക്കട്ടോ. കുറച്ച് സ്വീറ്റ് ആണ്. ഓക്കെ, അത് ഭയങ്കര ഒരു ഓസം ഒന്നുമല്ല, ഒരു ഓക്കെ അത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നിവിടെ ബിരിയാണി പ്രതീക്ഷിച്ച് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ നല്ല അടിപൊളി ബിരിയാണിയാന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു ബീഫ് ബിരിയാണി കഴിക്കാനുള്ള ഒരു മൂഡിൽ വന്നാ, പക്ഷെ നടന്നില്ല. നമ്മൾ വന്നപ്പോൾ ഇതിന് ബിരിയാണി കഴിഞ്ഞു പോയി. പിന്നെ ഉള്ളത് നല്ല ടിക്ക ബോൺലെസ് പീസസ് ഉള്ള ടിക്ക ഹൈദരാബാദി ബിരിയാണിയാണ്. ഇതിൻ്റെ റൈസൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവില്ല കേട്ടോ. പിന്നെ ഒരു ടിക്ക മസാലയും കൂടിയാണ് അതിൽ ചെയ്തിട്ടുള്ളത്. നോക്കിയോ എങ്ങനെയുണ്ട്. ഓക്കെ, നല്ല സ്പൈസസ് ഒക്കെ ഉള്ള ബിരിയാണിയാണ്. ഞാനൊരു ബിരിയാണി ഫാൻ. ഏത് ബിരിയാണി ആണെങ്കിലും നമുക്ക് പോകും. ഇത് അടിപൊളി കേട്ടോ. ഓരോ ബൈറ്റിലും ഇതിന്റെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി സെറ്റ്. ഒരു മലയാളി റെസ്റ്റോറൻറ്റിലെ ക്വാളിറ്റി അറിയണമെങ്കിൽ അവിടുത്തെ പൊറോട്ടയും ബീഫും കഴിക്കണം നമ്മൾ പറയാം. അപ്പോൾ സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് കേരള പൊറോട്ട. നല്ല ക്രിസ്പിയാണ്, ഫ്ലേക്കിയാണ്, നല്ല പൊറോട്ട ഉണ്ടോ. സോ അതിൻ്റെ കൂടെ ഒരു ബീഫ് പത്തർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് നമ്മുടെ ചപ്ലി കബാബൊക്കെ പോലെ കണ്ടിട്ട് തോന്നുന്നത്. ബീഫ് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് മുറിച്ചിട്ടിട്ട് പിന്നെ തവ ചെയ്തതാണ്. അതും ഒരു പീസ്, അതും ഒരു പീസ് നമ്മുടെ പൊറോട്ട, പിന്നെ ഇതാ ഒരു സവാള ഉണ്ട്. കുറച്ച് സ്പൈസി ആണത്. പൊറോട്ട ഒക്കെ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്, നല്ല ഫ്ലേക്കി, നല്ല രസം കഴിക്കാം. ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയിട്ടതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഏലക്കാൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇട്ടുണ്ട്, നല്ല ചായ. അപ്പൊ നമ്മള് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാണ് കേട്ടോ. ഇതിന്റെ ഒരു ഓവറോൾ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഓഫ് ദ അമ്യൂണിറ്റീസ് ലൈക്ക് പാർക്കിംഗ്, ക്ലെൻലിനെസ്, സീറ്റിംഗ് ഏരിയ, കോൺഫറൻസ് ഹാൾ ഒക്കെ സൂപ്പറാണ്. ദർ ഇസ് നോ ഡൗട്ട്. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇഫ് യു ആസ്ക് മീ ഈസ് ദർ എനി എക്സ്ട്രാ ഓർഡിനറി അബൌട്ട് ദ ഫുഡ്, ഐ ക്യാൻ സേ നോ. ഇറ്റ്സ് എ വെരി നോർമൽ റെസ്റ്റോറൻറ്റ്. നമ്മൾ സാധാരണ അതായത് ജിദ്ദയിലുള്ള ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സിനെ പോലെ
അതായത് കേൾട്ടൺ 10, BMR, ഹോളിഡേയ്സ് ഒക്കെ പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനൊരു സിഗ്നേച്ചർ ഒന്നും ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. വെരി നോർമൽ ഫുഡ് ബട്ട് അഫോർഡബിൾ പ്രൈസ് വിത്ത് ഗ്രേറ്റ് അമ്യൂണിറ്റീസ്. സോ എല്ലാവരും ഒന്ന് വന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താണെന്ന് ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. സോ മീ, ആലിയ ആൻഡ് മൈ കുട്ടി ടീം signing off from Happy Hive. Take care. Bye-bye.